ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിവിധ തരം പ്രകൃതി ദുരന്തങ്ങളിൽ ആളുകളെ സഹായിക്കാൻ പോകുക എന്നുള്ളത് മലയാളിയുടെ ഒരു നല്ല മനസ്സാണ്. എന്നാൽ അത്തരം സന്ദർഭങ്ങളിൽ ചെറിയ ചെറിയ മുൻകരുതൽ എടുത്തു കഴിഞ്ഞാൽ ആ പോകുന്ന ആളുകൾക്ക് വലിയ ആപത്ത് പിന്നീട് വരാതിരിക്കാൻ നമുക്ക് കഴിയും. ഒന്ന്, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഹെൽമെറ്റ് ആയിക്കോട്ടെ, നല്ല കട്ടിയുള്ള ഗ്ലൗസ് ആയിക്കോട്ടെ, ഗംബൂട്ട് ആയിക്കോട്ടെ, മാസ്ക് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മളെ കയ്യിലുണ്ടാവുക. മറ്റൊന്ന് മരുന്നുകളാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾക്ക് പോകുന്ന ആളുകൾ കൃത്യമായി എലിപ്പനിക്കെതിരെയുള്ള ഡോക്സിസൈക്ലിൻ എന്നുള്ള ആൻറ്റിബയോട്ടിക് തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻ്ററിൽ പോയിട്ട് അവിടെ ഡോക്ടറെ കാണിച്ച് ആ മെഡിസിൻ 200 മില്ലിഗ്രാം വീതം ആഴ്ചയിൽ 1 എന്നുള്ള ഡോസിൽ ആ ഒരു ദുരന്ത സ്ഥലത്ത് ഉള്ള കാലത്തോളം നാം കഴിക്കുക. അതുപോലെ തന്നെ TT ഇഞ്ചക്ഷൻ ചെറുപ്പത്തിൽ വെക്കാത്ത ആളുകൾ അത് കൃത്യമായ ഡോസേജിൽ വെക്കുക. അഥവാ 016 എന്നുള്ള അതിൻ്റെ ഡോസേജ്. ഇന്നൊരു ഇഞ്ചക്ഷൻ വെച്ചാൽ 1 മാസം കഴിഞ്ഞിട്ട് 1, 6 മാസം കഴിഞ്ഞിട്ട് അടുത്തൊന്ന്, പിന്നെ 5 വർഷം ബോസ്. ഇത് വെച്ച് കഴിഞ്ഞാൽ ടെറ്റനസ് എന്ന വലിയൊരു അണുബാധയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് തന്നെ പോകുന്ന ആളുകൾ ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കയ്യിൽ വെക്കുക. മലിനമായ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം മഞ്ഞപ്പിത്തം പടരുന്നൊരു സമയമാണ്. മഞ്ഞപ്പിത്തം വരാൻ സാധ്യതയുണ്ട്, കോളറ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ടൈഫോയിഡൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത്തരം ഒരു ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യപരമായിട്ട് സന്നദ്ധ സേവനം നടത്തുന്ന ആളുകൾക്ക് പ്രയാസങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും. ആ രീതിയിൽ നല്ലൊരു മുന്നൊരുക്കത്തോടുകൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സന്നദ്ധ സേവനം ഫലവത്താക്കി മാറ്റാം. നാഥൻ അനുഗ്രഹിക്കുമാറാവട്ടെ.